വളരെയധികം എൻഗേജിങ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു വർത്ത് വാച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സീസൺ 1 ആയിരുന്നു ക്രീച്ചർ കമാൻഡോസ് ഓഫർ ചെയ്തിരുന്നത്. ജെയിംസ് ഗണ്ണ് DC ടുക്ക് ഓവർ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊജക്ടിനെ വളരെയധികം അദ്ദേഹം ഒരു എക്സ്പെക്ടേഷനോടുകൂടി കണ്ടിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു DC വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിനും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പ്രൊജക്ട് അനൗൺസ് ചെയ്യും, അത് വൃത്തിക്ക് തന്നെ കാണാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും ഇതിന്റെ മേക്കേഴ്സിന് സാധിച്ചു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ടോട്ടൽ 7 എപ്പിസോഡ്സ് ആണുള്ളത്. ഒരു എപ്പിസോഡ്സ് എല്ലാം ഒരു 20-25 മിനിറ്റ്സ് ഡ്യൂറേഷനിലാണ് ഓഫർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു ടൈം കൊണ്ട് അവർ എന്താണോ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറിയും പ്ലസ് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റോറീനെയും നല്ല രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു സീരീസിന്റെ ഓരോ എപ്പിസോഡ്സും പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്കുള്ള ട്രാൻസിഷൻ പോലുള്ള പല സംഭവങ്ങളും നല്ല വൃത്തിക്ക് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വളരെയധികം ലാഗ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ വേറെ അനാവശ്യമായിട്ടുള്ള സൈഡ് സ്റ്റോറീസ് കുത്തിക്കയറ്റോ ഒന്നും ചെയ്യാതെ എന്താണോ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഈവൻ ആ ഒരു സൂയിസൈഡ് സ്ക്വാഡിന് കാരണമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ടീമിന്റെ സ്റ്റോറി പറയുമ്പോൾ എന്തൊക്കെയാണോ അതിൽ കൊണ്ടുവരേണ്ടത് അത് വളരെ അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സീസണിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇനി ഡയറക്ട്ലി കണക്റ്റഡ് ആവുക ഇനി ഇറങ്ങാൻ പോകുന്ന ഈ വർഷം റിലീസ് ആകാൻ പോകുന്ന സൂപ്പർമാൻ മൂവിയിലേക്കാണ്. ആൻഡ് ഇതിലുള്ള ചില ക്യാരക്ടേഴ്സൊക്കെ അതിൽ വരാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ശരിയാക്കുന്ന രീതിയിലാണ് ഈ സീസൺ 1 അവസാനിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇതിലുള്ള പല ക്യാരക്ടേഴ്സിനും ഒരു 4 ക്യാരക്ടേഴ്സിന്റെ സൈഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു പോകുന്ന ചില എപ്പിസോഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും അധികം ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ളത് വീസലിന്റെ ഒരു എപ്പിസോഡായിരുന്നു. അതുപോലെ ഫോസ്ഫറസ്, ബ്രൈഡ്, നീന പോലുള്ള ക്യാരക്ടേഴ്സിനെ ഒക്കെ അങ്ങനെ അവരെന്തായിരുന്നു അവർ ഇങ്ങോട്ടേക്ക് വരാൻ കാരണം, ഒരു പ്രസന്റിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്താണ് എന്ന് പറഞ്ഞു ഇങ്ങനെ പോകുമ്പോൾ അതിൽ എന്തെങ്കിലും നമ്മളെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണലി വളരെയധികം ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് തന്നെ ഡെലിവർ ചെയ്യാനും അത് പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ അതിന് ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ കൊടുത്തേ പറ്റൂ. കാരണം ജെയിംസ് ഗണ്ണിൻ വന്നതിന് ശേഷം റിലീസായിട്ടുള്ള മൂവീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് സ്ക്വാഡ് ആയാലും ശരി, അതുപോലെ സീരീസിൽ പറയുമ്പോൾ പീസ് മേക്കർ ആയാലും ശരി, അതിലൊക്കെ എന്തെങ്കിലും ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ അതിലുണ്ടായിരുന്നു. ഈവൻ പീസ് മേക്കറിന്റെ ഒക്കെ സീസൺ 1 പറയുകയാണെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് സോങ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അത്രത്തോളം നമ്മളെ എന്തോ രസമായിട്ടുള്ള എന്തോ ഒരു സംഭവം അതിലുണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അത് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അത് എടുത്തു പറയാൻ തന്നെ വയ്യ. ഈവൻ അതിനുശേഷം പുറത്തിറങ്ങിയിട്ടുള്ള ബാറ്റ്മാൻ ആയാലും ശരി. പക്ഷെ ഇനി എന്തെങ്കിലും സംതിങ് ദേ ക്യാൻ ഓഫർ എന്നുള്ള രീതിയിലാണ് വരുന്ന കണ്ടന്റുകളായാലും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ. ഇനി ഇതിന്റെ സീസൺ 2 ഡെവലപ്മെന്റിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ബാക്കിയുള്ള മൂവീസിനായാലും ശരി, ഈവൻ സൂപ്പർമാൻ ആയാലും ശരി, എന്താണ് അവർ ഓഫർ വിചാരിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സീസൺ 1 ക്രീച്ചർ കമാൻഡേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.